ഗൈസ്, നമ്മളിന്ന് പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഒരു പൊട്ടത്തിനും കാണിച്ചു. ഞാൻ ഇന്ന് രാവിലെ ഷൂട്ട് ചെയ്ത് വെച്ച ഫയൽ അറിയാണ്ട് പോയി. ഞാനിപ്പോൾ വീഡിയോ ഇടാൻ നോക്കിയിട്ട് കിട്ടിയില്ല. അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ ചെയ്താണ് ഇതൊക്കെ. നമ്മളിത് ഫുള്ള് ഇങ്ങനെ ക്ലീൻ ചെയ്ത് വെച്ചു. പിന്നെ നമ്മുടെ ഇവിടെ ഫുള്ള് വോളാക്കി. ആൻഡ് മെയിൻ തിങ് 2 വില്ലേജർ. അത് ഞാൻ വില്ലേജ് എവിടെയെന്ന് കാണിച്ചു തരാം. ഇപ്പോൾ നൈറ്റായി. ഓക്കെ ഗൈസ്, ഇന്നത്തെ വീഡിയോ അധികം ഷോർട്ടായിരിക്കും. നമ്മൾ വില്ലേജറിന് ഒരു നല്ലത് ഗൈസ്, എനിക്കൊരു അൺബ്രേക്കിംഗ് 3യുടെ വില്ലേജറിന് കിട്ടിയതാണ്. അൺബ്രേക്കിംഗ് 3. ബട്ട് നിർഭാഗ്യവശാൽ അവൻ പോയി. അൺബ്രേക്കിംഗ് 3യുടെ വില്ലേജർ എന്താ പറ്റിയ ഞാൻ അറിയേണ്ട അവൻ്റെ ഇത് പൊട്ടിച്ച് കളഞ്ഞു. എന്ന് വെച്ചാൽ ഞാൻ പൊട്ടിക്കാൻ നോക്കിയത് വേറൊരുത്തൻ്റെയാണ്. കാരണം 2 ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ മറ്റവൻ്റെ പൊട്ടിക്കാൻ നോക്കിയപ്പോൾ ഇവൻ്റെ പൊട്ടിപ്പോയി. പിന്നെ അൺബ്രേക്കിംഗ് 3യും പോയി, എല്ലാം പോയി. പിന്നെ ഞാനിപ്പോൾ നോക്കുന്നത് നമുക്ക് ബുക്ക് ഷെൽഫിൻ്റെ നീഡുണ്ട്. അപ്പോൾ ബുക്ക് ഷെൽഫിന് ഇപ്പോൾ ഒരു തന്നെ നോക്കുന്നുണ്ട്. ആൻഡ് ബുക്ക് ഷെൽഫ് എന്ന് വെച്ചാൽ അങ്ങനെ ബുക്ക് ഷെൽഫല്ല കേട്ടോ. നമ്മൾ ബുക്ക് ഷെൽഫിൻ്റെ കൂടെ തന്നെ എന്തെങ്കിലും മേടിക്കാൻ നോക്കും. ഇപ്പോൾ എന്താ പറയുക, ബുക്ക് ഷെൽഫിൻ്റെ താഴെ ഇപ്പോൾ വല്ല നല്ല ഒന്നൊരു 64 എമറൽഡൊക്കെ ഇത് കാണിക്കൂലേ, അങ്ങനെയൊക്കെയാണെങ്കിൽ നമ്മൾ ബുക്ക് ഷെൽഫിൻ്റെ എടുക്കുള്ളൂ. പവർ 5 നല്ലതാണ്. നല്ല പവറാണ്. പക്ഷെ നമുക്ക് ബോല് എനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് വേണ്ട. നൈസ് കണ്ടില്ല, നമുക്ക് ലെക്കുണ്ട് കേട്ടോ. അൺബ്രേക്കിങ് കിട്ടിയോണ്ട് അത്രയും ചെറിയ ലെക്കുണ്ട്. പക്ഷെ അത് കിട്ടാനേ ഇച്ചിരി ഹാർഡാണ്. ആൻഡ് ഗൈസ്, ഇനി ഞാൻ ഉദ്ദേശിക്കുന്നത് പക്ഷേ ഗൈസ്, എനിക്ക് 12 എമറൽഡിലാണ് അൺബ്രേക്കിംഗ് 3 കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ ചെറിയ എമറൽഡാണെങ്കിൽ പോലും എടുക്കാം. ഒരു 30 എമറൽഡ് അതിൻ്റെയൊക്കെ അത്രയാണെങ്കിൽ നമുക്ക് ഇതിലെടുക്കാൻ നോക്കാം. ആൻഡ് ഓ മൈ ഗോഡ്. ആൻഡ് നമ്മൾ കുറച്ച് നമ്മുടെ എന്താ പറയുക വില്ലേജില്ലേ, അവിടെ നിന്ന് കുറച്ച് ബുക്ക് ഷെൽഫ് എടുത്തുകൊണ്ടുവന്നായിരുന്നു. ബുക്ക് ഷെൽഫ് ബുക്കെടുത്ത് വുഡ് വെച്ച് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായി. അപ്പോൾ അതൊക്കെ ഉണ്ട്. ആൻഡ് അതിൻ്റെ എനിക്ക് ഫയർ ആസ്പെക്റ്റ് കിട്ടി. ഇനി നമുക്ക് ഈ സോഡ് വെച്ച് ഓക്കെ ഇവനെ നമുക്ക് വേണമെങ്കിൽ എടുക്കാം. ആൻഡ് ഇവൻ്റെ ഇവനെ എടുക്കാം, ഇവനെ മാറ്റാം. ഞാൻ പറഞ്ഞില്ല 64 എമറൽഡ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്കതെടുത്താൽ. ആൻഡ് ഗൈസ്, നമ്മൾ കുറേ XP ഫാർം ചെയ്തതാണ്. അങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ അവിടെ ചെന്ന് കുറേ ഫുഡ് അങ്ങനെയൊക്കെ കളക്ട് ചെയ്തായിരുന്നു. പക്ഷെ അതൊക്കെ പോയി ഗൈസ്. പിന്നെ നമ്മൾ കുറേ ട്രേഡൊക്കെ ചെയ്ത് വില്ലേജറായിട്ട് ട്രേഡ് ചെയ്തത് ഇങ്ങനത്തെ സോഡ് ഇതാക്കി. പക്ഷെ എമറൽഡ് ഗൈസ് ഞാൻ മറന്നു. എമറൽഡ് എവിടെയോ വെച്ച് ഞാനിപ്പോൾ ഞാൻ ചെസ്റ്റ് നോക്കുമ്പോൾ ഗൈസ് എൻ്റെ എല്ലാ സാധനവും പോയിക്കണം. ഭയങ്കര കുറവ് സാധനങ്ങളുള്ളൂ. എമറൽഡ് അടക്കാൻ പോയി. അങ്ങനെ ഗൈസ്, ഇനിയിപ്പോൾ നമ്മൾ എൻചാൻമെൻറ്റ് ഒഴിവാക്കാനുള്ള സാധനമാണ് എടുക്കുന്നത്. കാരണം നമുക്ക് ഇപ്പോൾ എന്താ പറയുക, നമ്മുടെ വാടാന് ഫയർ ആസ്പെക്റ്റും ഉണ്ട് ചാവും. ആൻഡ് നമുക്ക് പോകേണ്ടത് നല്ല വില്ലേജറാണ്. ആൻഡ് നമ്മൾ പറഞ്ഞ ഒരു ഹൗസ് ഉണ്ടാക്കുന്നു. ബട്ട് ഗൈസ്, എനിക്കിത് കണ്ടിട്ട് എനിക്കിപ്പോൾ ഹൗസ് ഉണ്ടാക്കണം എന്നില്ല. ഹൗസ് ഉണ്ടാക്കണമെങ്കിൽ ഞാൻ ഇവിടെ ഉണ്ടാക്കും. ആൻഡ് ഗൈസ്, വില്ലേജറിന് വേണ്ടി വല്ലതും ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ പറഞ്ഞു. ഞാനിവിടെ ഒരു വലിയ ഹോൾ ഉണ്ടാക്കിയിട്ട് അവിടെ ഗ്ലാസ്സൊക്കെ വെച്ചിട്ടായിരിക്കും ചെയ്യാൻ പോകുന്നത്. പറഞ്ഞാൽ വേണമെങ്കിൽ ഉണ്ടാക്കാം. ആൻഡ് ഗൈസ്, നമ്മുടെ ചാനലൊരു വലിയ യൂട്യൂബർ കണ്ടു ഗൈസ്. 1K സബ്സ്ക്രൈബർ അല്ലേ ബ്രോ പ്ലീസ് സപ്പോർട്ട് ചെയ്യുക. 1K ഫസ്റ്റ് 100 സബിൻ്റെ ആൾ, ഇപ്പോൾ 1000 സബിൻ്റെ ആൾ. എന്തൊക്കെ ആൾക്കാരെൻ്റെ വീടാണ്. പക്ഷേ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അൺസബ്സ്ക്രൈബ് ചെയ്യാം ഗൈസ്. ഇപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. പക്ഷെ നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ മനസ്സ് ചേഞ്ച് ചെയ്യാമല്ലോ. ഓക്കെ.
ഞാൻ അത്ര പറയുള്ളൂ. നിങ്ങൾക്ക് എപ്പോഴാണെങ്കിലും നിങ്ങളുടെ മനസ്സ് ചേഞ്ച് ചെയ്യാം. നിങ്ങളുടെ ഡിസിഷൻ എപ്പോൾ വേണമെങ്കിലും ചേഞ്ച് ചെയ്തോ. ആൻഡ് ഗൈസ്, നിങ്ങൾക്കറിയാലോ എൻ്റെ കയ്യിൽ എത്ര പേപ്പറിൻ്റെ ഇതാണെന്ന്. ഗൈസ് എനിക്ക് ഓർമ്മയുണ്ട് നേരത്തെ എൻ്റെ ഒരു സർവൈവൽ വെള്ളി ഷാർപ്പ്നെസ് 5 കിട്ടാൻ വേണ്ടി ഞാൻ എൻ്റെ 2 അയറൺ ആക്സ് എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്. 2 അയറൺ ആക്സ്, 1 ഡയമണ്ട് ആക്സ്, 1 അയറൺ ആക്സും പോയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നമുക്കാണെങ്കിൽ നല്ല വില്ലേജറും കിട്ടണമെന്നില്ല. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഇവർ സ്കിൽ ടച്ച് നോ യൂസ്. അതിന് നല്ല പവർ 5 ആയിരുന്നു. പിന്നെ യൂസ് ഉണ്ട്. സ്കിൽ ടച്ച് നമുക്ക് ഇപ്പോൾ നോക്കി കഴിഞ്ഞാൽ കിട്ടാൻ ചാൻസുണ്ട്. അപ്പോൾ നിങ്ങൾ ഞാൻ പൊട്ടനാണോ ഇതെടുക്കാൻ വേണ്ടിയത്? സോറി ഗൈസ്, ആ സൗണ്ട് വന്നതിന്. എൻ്റെ പട്ടിയാണ്. നിങ്ങളെൻ്റെ നേരത്തെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ, ഷോർട്സ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ആരാന്ന്. ആൻഡ് റൊണാൾഡോ ഒന്നും കിട്ടണം ഗൈസ്, എത്തിയിടും. ഒന്നും കിട്ടണം. അപ്പം ലഞ്ച് 5 ലഞ്ച് കിട്ടിയായിരുന്നു. ലഞ്ച് 3 ഓഫ്. നീ ഇങ്ങ് വന്നേ വെച്ചാ ഞാൻ മേളിച്ചല്ലോ. എന്തത്? ഓക്കെ, ആൻഡ് ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നദർ എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, നദർ എക്സ്പ്ലോറിങ് അയക്കുന്നു നമ്മുടെ വീഡിയോ. ആൻഡ് ഗൈസ്, നമുക്ക് റിപ്ടൈം 3 കിട്ടിയാൽ നമ്മൾ എടുക്കുന്നതായിരിക്കും. ബിക്കോസ് നമ്മുടെ ട്രേഡൻ്റ് ഉണ്ട്. മെൻഡിങ് നമുക്ക് വേണ്ടത് മെൻഡിങ്, അൺബ്രേക്കിംഗ് 3, ഷാർപ്നെസ് ആൻഡ് പ്രൊട്ടക്ഷൻ 4 അങ്ങനത്തെ നല്ല ബുക്സ്. ആൻഡ് അതൊക്കെ കിട്ടുമെന്ന് വിചാരിക്കുന്നു. ആൻഡ് ഗൈസ്, 100K എൻ്റെ ഫേസ് റിവീലുണ്ട് കേട്ടോ. 100 സബ്സ്ക്രൈബറിൽ 100 സബിൽ ഫേസ് റിവീലൊക്കെ ചെയ്യുന്നതായിരിക്കും നമ്മൾ. എൻ്റെ ഒരു വലിയ കൊളാബ് ചെയ്യുന്നതായിരിക്കും. ഏതെങ്കിലും വലിയ യൂട്യൂബറിനോട് ചോദിച്ച് അവരുടെ ഹെൽപ്പ് കൊണ്ട് ഒരു ചെറിയ രീതിയിൽ. ഞാനൊരു നൂബാണ്. എൻ്റെ കൂടെ ഫൈറ്റ് ചെയ്യണമെങ്കിൽ ആരെങ്കിലും പറഞ്ഞു PvP മീൻസ് സർവർ കളിക്കണമെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നാളെ സർവറിൻ്റെ വീഡിയോ ഗൈസ്, നമ്മുടെ ഇതുണ്ടാവില്ല. ആൻഡ് ഗൈസ്, ഞാൻ പറയാൻ പറഞ്ഞു, ഹാപ്പി ക്രിസ്മസ് ടു എവരി വൺ ഓഫ് മൈ സബ്സ്ക്രൈബർ. ഓക്കെ ഗൈസ്, ഞാൻ ഓഫ് റെക്കോർഡിങ് ചെയ്തുകൊണ്ടിരുന്ന നോക്ക്, ഷാർപ്നെസ് 5 കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഓക്കെ, ഷാർപ്നെസ് 5 കിട്ടിയിട്ടുണ്ട്. ലെറ്റ്സ് ഗോ ഗൈസ്. നമുക്ക് ഏറ്റവും വൺ ഓഫ് ദ മോസ്റ്റ് നല്ല ഒരിതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ ഇത് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ലെറ്റ്സ് ഗോ. ആൻഡ് ഗൈസ്, ഇവിടെ നമ്മൾ അറിയേണ്ട ഇത് വെച്ചാണ് നമുക്കിനി ബട്ടൺ വെക്കണമെന്നേ ഉള്ളൂ. കാരണം എല്ലാവർക്കും അറിയാമല്ലോ, വില്ലേജേഴ്സ് അല്ലെങ്കിൽ ഓടിപ്പോവും. നമ്മൾ സോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഗോളാണ് നമ്മുടെ ഇപ്പോൾ എത്ര 1 2 വില്ലേജറുള്ളൂ. ഈ 2 പേർക്കും ഇവിടെ 2 പേരില്ല, കുറേ ബെഡ് ഉണ്ടാക്കി നോക്കി. അപ്പോൾ നമുക്ക് കുറേ വില്ലേജറിനെ കിട്ടും. അപ്പോൾ അതിനുവേണ്ടി ശിവനെ പോലെ ഈ സെൻറ്റിൽ കുറേ വുള്ള് ഓൾറെഡി ഉണ്ട്. പ്ലസ് ഇത് ആൻഡ് ഗൈസ്, ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്ന ഒരു ഷാർപ്നെസ് മേടിച്ചാലെന്നാണ്. ബിക്കോസ് അല്ല വേണ്ട, ഡയമണ്ട് സോഡ് ഉണ്ടാക്കിയിട്ട് മതി. എനിക്ക് ഓട്ടോമാറ്റിക് ഫാർം ഉണ്ടാക്കേണ്ടി വരും ഗൈസ്, അല്ലെങ്കിൽ ഇത് പൊട്ടിച്ചുകൊണ്ട് വരുമ്പോൾ കുറേ ടൈം എടുക്കും. പക്ഷേ അതിന് അയറും വേണം. നമ്മുടെ കയ്യിൽ അയറും ഉണ്ട്. ലെറ്റ്സ് ചെക്ക് നമ്മുടെ കയ്യിൽ സാധനങ്ങളുണ്ടോ നോക്കട്ടെ. ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നുണ്ടോ ഗൈസ്. ഓക്കെ,
ഓക്കെ ഓക്കെ ഇതൊക്കെ എന്നാ വെച്ചേക്കാം. ബെഡിന് സാധനം ഉണ്ടോ? ബെഡില്ല. ആണെന്തി അവിടെ വേറെ ആണില്ല. എൻ്റെ ഉള്ളിൽ സ്മെൽട്ടാവണ മാത്രമേ ഉള്ളൂ. ഓക്കെ ഫസ്റ്റ് തന്നെ നമുക്ക് ബുക്ക് ഷെൽഫ് നമ്മൾ ഉണ്ടാക്കുമല്ലോ, അതും വയ്ക്കാം. കുറച്ച് പേപ്പറുണ്ട്, ഇതുകൊണ്ടൊന്നും ആവില്ല. അറിയാം 9 എമറൽഡ് ഒരു 4 എമറൽഡ് കിട്ടുള്ളൂ. ഓക്കെ ഇതെന്താ നോക്കട്ടെ. ആയില്ല. ഷിറ്റ്, കുറച്ചുകൂടെ വേണം. ഓൺലി വൺ ടൈം നമുക്ക് ഫുൾ ഷുഗർ കെയിൻ ഹാർവെസ്റ്റ് ചെയ്ത് തരാം. ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ ഇവിടെ ഫുള്ള് ബ്ലോക്ക് ചെയ്ത് അല്ലെങ്കിൽ വാട്ടറിൽ പോകും. നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഒരു ട്രാപ്പ് ഡോർ അങ്ങ് വയ്ക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇത് വെച്ചേക്കുക. ഇപ്പോൾ ഇവിടെ നിങ്ങൾ കണ്ടില്ലേ, അത് തന്നെ വന്ന് മറ്റേ ഗ്രാസ്, അതുപോലെ ഗ്രാസ് വയ്ക്കാം. അപ്പോൾ ഫുള്ള് പോവാണ്ട് എൻ്റെ കയ്യിൽ നിൽക്കൂലേ. ഞാൻ കഴിച്ച് നോക്കൂ, എന്തോ ഒരു ഷുഗർ കെയിൻ അവിടെ പോകണം. അത് കഴിച്ച് നമുക്ക് അത് ശരിയാക്കാം. അങ്ങനെ ശരിയാക്കി കഴിഞ്ഞാൽ പിന്നെ ഇത് എടുക്കാനും നൈസാക്കി കണ്ടാ. എന്തോ ഇത് ഫ്ലോട്ട് ചെയ്യണേട്ടാ. എന്നിട്ടും മൈൻക്രാഫ്റ്റിലെ ലോജിക്കും ദിസ് ഈസ് മൈൻക്രാഫ്റ്റ്. യു ക്യാൻ നോട്ട് സ്റ്റോപ്പ് മൈൻക്രാഫ്റ്റ് ബിക്കോസ് മൈൻക്രാഫ്റ്റ് ഈസ് മൈൻക്രാഫ്റ്റ്. ഓക്കെ ഇത്രയുണ്ട് മുതൽ. വേറെ ഷുഗർ കെയിൻ ഇല്ല, ബട്ട് പേപ്പർ ഉണ്ട്. പേപ്പർ എടുക്കാം നമുക്ക്. ആൻഡ് ഈ പേപ്പറുണ്ട്, ഇതിന് ഇനിയും പേപ്പർ ഉണ്ടാക്കിയിട്ട് നമുക്കത് ഷുഗർ കെയിൻ ആക്കാം. അല്ല, ഇത് ഷുഗർ കെയിനെ പേപ്പറാക്കാം. എന്നിട്ട് അത് വില്ലേജറിന് കൊടുക്കാം. ആൻഡ് നമുക്ക് 18 എമറൽഡ് വേണം. 18 എമറൽഡ് ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വില്ലേജറിന് ഇതാക്കാം. ഓക്കെ ഇവനല്ലേ. ഓക്കെ വേണം. 9 ഓക്കെ ഗൈസ്, ഇത് എന്താണ് എനിക്കറിയില്ല, ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന്. ബട്ട് ഇവൻ 64 എമറൽഡിന് തന്നെ ഇവൻ വല്ല കാരണം നമ്മൾ എങ്ങനെയാണ് ഒരു വില്ലേജറിനെ കൊണ്ടുവന്നത്, അതേപോലെ അതെന്ത് പാടാണെന്ന് എനിക്കറിയാം. ഓക്കെ ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ വെയിറ്റ് ഓക്കെ ഇനി നമുക്ക് ചെയ്യേണ്ടത് നദറിൽ പോകണം. എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കട്ടെ. ഫസ്റ്റ് തിങ് ഫസ്റ്റ്, നമ്മൾ അതുണ്ടാക്കാനാണ് നോക്കുന്നത്. ഓട്ടോമാറ്റിക് ഷുഗർ കെയിൻ ഫാർം. ഓക്കെ ഈ എമറൽഡ് എന്ത് അപ്പോൾ ആയി. ഒരു ബുക്ക് ഷെൽഫ് മേടിക്കാൻ പോ. എവിടെ വില്ലേജ് എന്ത് അവിടെ മോനെ. ഓക്കെ ഇതിൻ്റെ വെള്ളം വയ്ക്കാം, ബിക്കോസ് നമ്മളിൽ ഓർമ്മ ഉണ്ടാവുള്ളൂ. ഓക്കെ 6 ഉണ്ട്. അപ്പോൾ വെയിറ്റ് ഇപ്പോൾ ഇതാണ്ടോ. ഉണ്ട് കുറച്ച് നിലത്തുനിന്നൊക്കെ കിട്ടി. ആൻഡ് ഞാനിത് കളക്ട് ചെയ്തിട്ട് കാണാം. ഞാനൊരു സൂത്രം കാണിച്ചു തരാം ഗൈസ്. ഓക്കെ അപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി, നമ്മുടെ വോയിസ് നല്ല ബോറാണ് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ. ഓക്കെ ഞാൻ കാണിക്കാൻ പറഞ്ഞതാണ് അയൺ.
ഓക്കെ, നമുക്ക് വേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അപ്പം നമ്മളൊരു ചെറുത് ഉണ്ടാക്കുന്നതാണ്, ബിക്കോസ് നമ്മുടെ ലയൺ അത്രയില്ല. പിസ്റ്റൺ വേണം. പിസ്റ്റൺ നമുക്ക് ഹോപ്പർ വേണം, പിസ്റ്റണും വേണം. അത് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ ഇപ്പോഴത്തേക്ക് ഒരു 5 ഉണ്ടാക്കാം. ഓക്കെ, പിസ്റ്റൺ 5 മേടിക്കാം. 5 വേണം. കോബിൾ സ്റ്റോൺ കുറേ വേണം. കോബിൾ സ്റ്റോൺ വരെ നമുക്ക് ഡീപ്പ് സ്ലേറ്റ് കോബിൾ സ്റ്റോൺ പറ്റുമോ? പറ്റുമെന്ന് എനിക്കറിയില്ല. വുഡ് വേണം എന്തായാലും ഇതിന് മുമ്പ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഇതിന് വേണ്ട സാധനങ്ങളൊക്കെ ഈ ചെസ്റ്റിൽ വയ്ക്കാം. ഇതൊക്കെ മാറട്ടെ. അതിന് മുമ്പ് നമ്മളിപ്പോൾ ഒരു സാധനം ഉണ്ടാക്കാൻ നിൽക്കുന്നുണ്ട്, അതുണ്ടാക്കട്ടെ. അതിന് വേണ്ടി ഇത് പെടുത്ത. ഓക്കെ, എന്താണെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. ഇതാണ്. ഇത് ഒരെണ്ണം ഉണ്ടാക്കാം. എന്താണ് നമുക്ക് വുഡ് വേണ്ട, വുഡിൻ്റെ ഇതുണ്ട്. ഓക്കെ, നമുക്കൊരു വേറെ വേ ഉണ്ടാക്കണ്ട മേളിൽ കയറാൻ. ഗായ്സ്, നിങ്ങളെ വുഡ് വെട്ടണ കാണിക്കണോ വേണ്ടയോ എന്ന് ഞാൻ ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ മനസ്സ് പറഞ്ഞു കാണിക്കാൻ, ഞാനും പറയുന്നു കാണിക്കാൻ. ഞാൻ പോകുന്നു നിങ്ങളെ കാണിക്കാൻ. ആൻഡ് ഗൈസ്, ഞങ്ങൾ 2-3 ദിവസമായി പറഞ്ഞു എൻ്റെ കൂട്ടുകാരൻ വരുമെന്ന്. ഗൈസ്, കുറച്ച് ഇഷ്യൂസ് ഉണ്ട്, അതൊക്കെ കഴിഞ്ഞാലാണ് അവന് വരാൻ പറ്റുള്ളൂ. എന്താ വെച്ചാൽ മെയിൻലി അവന് മൈൻക്രാഫ്റ്റ് ഇല്ല, എനിക്ക് ന്യൂ വെർഷൻ ഇല്ല. അപ്പോൾ അതവൻ ഡൗൺലോഡ് ചെയ്യണതിൻ്റെ പുറകെയാണ്. അല്ലെങ്കിൽ ഞങ്ങൾ എപ്പോഴേ ഡൗൺലോഡ് ചെയ്ത് കളിച്ചാണ്. പറ്റില്ല ഗൈസ്, നിങ്ങൾക്ക് അറിയില്ല വെയിറ്റിംഗ് ആണോന്ന്. ബട്ട് എനിക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും ഗൈസ്. ഇപ്പോൾ രാത്രി പറയും, ഞാൻ അവിടെ ചെന്നിട്ട് ഡേ ആക്കിയിട്ട് കാണാം. ഓ ഗൈസ്, അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് കുറേ ഇതൊക്കെ ഇതൊക്കെ എപ്പോൾ വെട്ടിയ വുഡാ. ഞാൻ നേരത്തെ വെട്ടി, സത്യം പറയില്ല, ഞാൻ നേരത്തെ വെട്ടിയതാട്ടോ ഇവിടെ വുഡൊക്കെ. എന്നിട്ട് ഇതുവരെ പോലുള്ള വിളിച്ചാണോ? അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ വെച്ചിരുന്നത്. ആൻഡ് ഗൈസ്, നിങ്ങൾക്കറിയാമെന്നോ, നമ്മൾ വുഡിൻ്റെ 4 സൈഡിലും പൂവ് അഥവാ ഫ്ലവർ വെച്ച് കഴിഞ്ഞാൽ അതിൽ ബി ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ ആദ്യമായിട്ടാണ് കേൾക്കണമെങ്കിൽ ഒരു ലൈക്ക് അടിച്ചേക്കട്ടോ പ്ലീസ്. ഗൈസ്, നിങ്ങൾ ലൈക്ക് അടിക്കാറില്ല കേട്ടോ, ഞാൻ നോട്ടീസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ സബ് അടിക്കാറുണ്ട്, ബിക്കോസ് നിങ്ങളെൻ്റെ ഫേവറേറ്റ്, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ അതേപോലെ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ലൈക്കും അടിച്ചുകൂടാ ഗൈസ്. എന്താണ് ഗൈസ്, ഒരു ലൈക്കിൽ ഞാൻ പറട്ടെ, നിങ്ങൾ ഒരു 10 പേരുണ്ടെന്ന് വെച്ചോ, 10 പേര് ലൈക്ക് അടിച്ച് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു മിനിറ്റ് പോയെന്ന് വെച്ചോ, നിങ്ങൾക്ക് ലൈഫിൽ കുറേ ടൈമുണ്ട്. ബട്ട് ആ ഒരു മിനിറ്റ് നിങ്ങൾക്ക് എൻ്റെ സബ് അടിച്ചോ ലൈക്ക് അടിച്ചാൽ ഞാൻ ഹാപ്പിയാവും. ആൻഡ് എന്താ പറയുക, എനിക്കറിയില്ല, സത്യം പറയില്ല, എനിക്ക് ഈ ലൈക്ക് എന്തിനാ ആൾക്കാർ ചോദിക്കണത്. പക്ഷേ എല്ലാവരും ചോദിക്കുമ്പോൾ ഞാൻ മാത്രം ചോദിക്കാണ്ടിരുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ടാണ് ഞാനും ചോദിക്കാൻ തുടങ്ങുന്നത്. അതിലെനിക്ക് വേണം, ലൈക്കില്ലാണ്ട് നമുക്ക് ഒരു വീഡിയോ കൊണ്ടുപോകാൻ പറ്റില്ല. ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ വീഡിയോന് വാച്ച് റേറ്റ് ആൻഡ് ആൾക്കാർ ലൈക്ക് അടിക്കണൊക്കെ കുറഞ്ഞാൽ പെട്ടെന്ന്, അപ്പോൾ യൂട്യൂബ് ചോദിക്കും നമ്മുടെ കണ്ടൻറ്റ് കൊള്ളില്ലാത്തതാണ്. എന്നിട്ട് അവർ പിന്നെ നമ്മുടെ ഇച്ചിരി അവർ സ്റ്റാർട്ടിങ്ങിൽ ഒരു ഇത് തരും, ബഫ് തരും. ആ ബഫ് അങ്ങ് കൊണ്ടുപോകും, പിന്നെ അത് തരില്ല. ആൻഡ് നമ്മൾ 20 മിനിറ്റ് ഇങ്ങനെ വേസ്റ്റ് ചെയ്ത് എനിക്ക് നദറിൽ പോകാനുള്ള 10 മിനിറ്റ് കൊണ്ട് നമുക്ക് നദറിൽ ഇതൊക്കെ ചെയ്യണം. അപ്പോൾ നമുക്ക് ഇതൊക്കെ ചെയ്യണം. അപ്പോൾ ഞാൻ സാൻഡ് ഇതൊക്കെ എന്തൊക്കെയാണോ വേണ്ടത് അതൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ ഒന്നും കൂടെ റെക്കോർഡ് ചെയ്യാം. ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ ഫെർണസ് ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട്.
ഇനി നമുക്ക് വേണ്ടത് റെഡ് സ്റ്റോൺ. ഫക്ക്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടവർക്കറിയാം, നേരത്തെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം ഞാൻ റെഡ് സ്റ്റോൺ ഫുൾ കളഞ്ഞായിരുന്നു. ആൻഡ് ഗൈസ്, ഞാൻ എൻ്റെ കേവ് ഇവിടെ എങ്ങാണ്ടായിരുന്നു ഉണ്ടാക്കിയത്. അപ്പോൾ അതെവിടെയാണെന്നൊന്ന് വന്നു പോയി. ഞാൻ അടച്ചു കളഞ്ഞു. പൊട്ടനായിരുന്നു ഞാൻ. അതിലൂടെ അതടച്ച് കളഞ്ഞു. ഇവിടെയാണോ? ഓക്കെ, ഇതാണ്. ഇവിടെ നിന്ന് കുറച്ച് മണ്ണെടുത്തിട്ട് പോവാം. ഡേട്ടെന്നാണ് പറയണത്, പക്ഷേ ഞാൻ മണ്ണെന്നൊക്കെ കൊടുക്കുന്നത്. എനിക്കെന്താ. ഓക്കെ, ഞാൻ റെഡ് സ്റ്റോൺ എടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഈ കേവ് നമ്മൾ അടയ്ക്കണല്ലോ. എനിക്ക് ഞാൻ റെഡ് സ്റ്റോൺ എടുത്തിട്ട് വരാം. ആരുടെ സങ്കരവാണ് പോയി. ഓക്കെ ഗൈസ്, ഞാൻ തിന്നു. ഓക്കെ, നമ്മൾ ഒരു സ്റ്റാക്ക് ആൻഡ് 5 എണ്ണം എടുത്തിട്ട് വന്നിട്ടുണ്ട്. കുറേ ഉണ്ട്. ഓക്കെ, ഇരിക്കട്ടെ. ഓക്കെ, ഇനി നമുക്ക് നമുക്ക് നെതറിൽ പോകേണ്ട വരും. അതിന് മുമ്പ് ഇത് 7 ഉണ്ടാക്കട്ടെ. അത് 7 ഇത് 6 വേണം. കുറഞ്ഞ നമുക്ക് പിന്നെ ഉണ്ടാക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒബ്സർവർ എന്നല്ലേ അല്ലേ എൻ്റെ പേര്? ഞാൻ മറന്നു കേട്ടോ. നോക്കണം, പോട്ടെ. അതിനുവേണ്ടി നമുക്ക് കോഡ്സ് വേണം. അപ്പോൾ കോഡ്സിന് വേണ്ടി നമുക്ക് നദറിൽ പോയേ പറ്റൂ. കേസ് നമുക്ക് സോഴ്സ് ആൻഡ് വാല്യൂ കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് ഹാപ്പി കാസ്റ്റ് എടുക്കാമായിരുന്നു. ആൻഡ് അത് ഹാപ്പി കാസ്റ്റിന് കിട്ടിയായിരുന്നെങ്കിൽ നമുക്ക് എവിടെ ആൻഡ് ഗൈസ്, ഇവന്മാർ കുറേ ഉണ്ട് ഇതിൽ. ഇപ്പം എനിക്കറിയാം ഇവന്മാർ ഈ ഗോൾഡ്. പ്ലീസ് ഒരെണ്ണം എടുക്കട്ടെ പ്ലീസ്. ആൻഡ് കോട്ട്സ് ചോടി. ഗൈസ്, നിങ്ങൾ പറഞ്ഞാൽ വേണമെങ്കിൽ കീപ്പ് ഇൻവെന്ററി ഓഫ് ചെയ്യാട്ടോ. ഇന്ന് തന്നെ നിങ്ങളെല്ലാവരും പറയണം, ബ്രോ കീപ്പ് ഇൻവെന്ററി യൂസ് ചെയ്യരുത്. ഞാൻ യൂസ് ചെയ്തിപ്പോൾ ശീലമായിപ്പോയി. അതുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞാൽ എന്തുകൊണ്ടും ചെയ്യാം. കോഡ്സ് ഈ ഫയറൊക്കെ എടുത്തിട്ടെ. ഇതൊക്കെ ഗ്യാസ്റ്റ്. പിന്നെ നോർമലി അവരുടെ അടുത്ത് പോകണ്ട അധികം. അപ്പോൾ നമ്മുടെ കയ്യിൽ എത്ര പിസ്റ്റൺ ഉണ്ടാക്കണ്ടോ അത്രയും വേണം. അപ്പോൾ നമ്മൾ ഇനിയും പിസ്റ്റൺ ഉണ്ടാക്കാൻ വേണ്ടി വെക്കണോണ്ട് നമ്മൾ കോഡ്സ് ഇച്ചിരി കൂടുതൽ എടുക്കുകയാണ്. അവരെയൊക്കെ വിടാം. ഗൈസ്, അയണില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ല കറക്റ്റ്ലി അയൺ ഒബ്സർവറിന് അയൺ വേണമെന്ന്. 52 അയൺ ഉണ്ടായിരുന്ന. പിന്നെ നമ്മുടെ ഹോപ്പറായിരുന്നു നമ്മുടെ എല്ലാ അയണും തിന്ന ആള്. എല്ലാവർക്കും അറിയാലോ അയൺ അത്ര തിന്നാണ് ഹോപ്പർ. നമ്മളെ 7 ഉണ്ടാകുക. ഇത്ര വേണ്ടായിരുന്നോ? ഓക്കെ, ഇനി നമുക്ക് ഒബ്സർവറിന് അയൺ വേണ്ട. ഓക്കെ, ഒബ്സർവർ 1 2 3 4 5 6 ഒബ്സർവർ. ഓക്കെ, നമുക്ക് ഇവിടുത്തെ ഈ ഒരു ലെയർ ഫുൾ അങ്ങ് എടുക്കാം.
ഇനി ഇത് വേണ്ട, ഇവിടെ നിന്ന് ഒരെണ്ണം പോലും വേണ്ട. ഗ്ലാസ്സൊക്കെ വേണം, അതൊക്കെ നമ്മൾ പിന്നെ ചെക്ക് ചെയ്യുന്നേക്കും. അതിന് നമുക്കൊരു സ്ഥലം വേണം. ഓ ഗൈസ്, നല്ല ലെങ്ത് കൂടും. അപ്പോൾ ഞാൻ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ചെയ്തിട്ട് കാണിക്കാം. എന്ന് വെച്ചാൽ ഇപ്പം എന്തൊക്കെയാണ് വേണ്ടത്, എങ്ങനെ വെച്ചാൽ വാട്ടർ, പിന്നെ അതിൻ്റെ കുറച്ച് സെറ്റിംഗ് ഒക്കെ ചെയ്തിട്ട് നിങ്ങൾ സെറ്റിംഗ് ഒന്നും ചെയ്യില്ല, പക്ഷേ അതിൻ്റെ ആ ക്ലീനൊക്കെ ചെയ്തിട്ട് കാണിച്ചു തരാം. നമ്മൾ കുറച്ചൊക്കെ ഇവിടെ ക്ലീൻ ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ആൻഡ് ഓക്കെ, നമുക്കിനി ചെയ്യാൻ തുടങ്ങാം. ഫസ്റ്റ് ഇതൊക്കെ പൊട്ടിച്ച് കേട്ടോ, ഞാൻ ഫുൾ ക്ലീൻ ചെയ്തിട്ടുണ്ടായില്ല. ഓക്കെ, പൂവൊക്കെ എന്തിനാ ഇവിടെ, പൂവ് നമുക്ക് ഇവിടെ നോട്ടെ. ഓക്കെ, അപ്പോൾ കോപ്പർ 7 ഉണ്ട്. അപ്പോൾ 6 1 ഇച്ചിരി വണ്ടി പോ. ഓക്കെ, ഇവിടെ നിന്ന് 1 2 3 4 5 6 അല്ലേ, 1 2 3 4 5 6. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ 7 ഉണ്ട്, ഇവിടെ ഒന്ന് ഇവിടെ ഉണ്ട്. ഓക്കെ, വെയിറ്റ്, നമുക്ക് 7 കോപ്പർ. ഓ ഷിറ്റ്, നമുക്ക് ഇനി ചെസ്റ്റ് വേണം, 2 ചെസ്റ്റ് വേണം. ഡബിൾ ചെസ്റ്റ് എടുക്കട്ടെ, ഡബിൾ ചെസ്റ്റ് വേണം. നമ്മൾ ഡബിൾ ചെസ്റ്റ് മെയിനറാണ്. ആൻഡ് ഗൈസ്, നമ്മുടെ ആർമർ പൊട്ടിയോ? ഏത് ആർമർ പൊട്ടിയേ? ബോട്ട്. ഓക്കെ, അതൊക്കെ നമുക്ക് പിന്നെ ചെയ്യാം. അപ്പോൾ നമ്മുടെ അയണില്ല, അയൺ തീർന്ന ഒരു ഇതിലാണ്. ഓക്കെ, 1 2. ഫസ്റ്റ് നമുക്ക് ഹോപ്പർ സെറ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് വുഡ് വെച്ച് തന്നെ ചെയ്യാം കേട്ടോ. 1 2 3 4 5 6 7 അല്ല 6 ആയിരുന്നു ചെയ്യണ്ടേ. അതെ, 7 വേണ്ട 6 വരെ പറ്റുള്ളൂ, കാരണം നമുക്ക് സാധനങ്ങൾ അത്രേ ഉള്ളൂ. ആൻഡ് ഇനി പിസ്റ്റൺ നമുക്ക് 6 എണ്ണം ഇങ്ങനെ വയ്ക്കാം. എടുക്കോ, വില്ലേജ് റേഡാ, കുഴപ്പമില്ല, നമുക്ക് താഴെ തന്നെ വയ്ക്കാം ഗൈസ്, കാരണം ഇനി താഴെ നല്ല. ഓക്കെ, ഇവൻ്റെ കൂടെ നിയർ. ഓ ഷിറ്റ്, ഞാൻ മറന്നുപോയി, ഞാൻ അവിടെ കുഴികൾ ഇട്ടുണ്ടായില്ലേ. ഞാനേ എന്താ പറയുക, കോബിൾ സ്റ്റോൺ എടുത്തപ്പോൾ അവിടെ ഫുള്ള് അവിടെ താഴെ കുഴിയൊക്കെ വെച്ചിരിക്കണം. അതിൻ്റെ ഉള്ളിൽ ഫുള്ള് എന്തെങ്കിലും സോംബി ആയിട്ട് ഉണ്ടാവും. ഓക്കെ, ഇതിപ്പോൾ ഒന്നാവും. അയ്യോ, തെറ്റിപ്പോയി. ഇതെന്ത് വെച്ചാൽ പൊട്ടണ പിക്കാക്സ് വെച്ചാ, പിക്കാക്സ് ഫസ്റ്റ് നമുക്ക് ബെസ്റ്റ്. അതായത് നമുക്ക് ഒരു പിക്കാക്സ് അത് രണ്ടും ഉണ്ടാക്കിയിട്ട് ഞാൻ റിട്ടേക്ക് എടുക്കാം. അപ്പോൾ ഗൈസ്, ഞാനിവിടെ സാൻഡൊക്കെ ഇട്ട് ഗൈസ്, അതേ സമയത്ത് ഇവിടെ ഓ ഷിറ്റ്, ഞാൻ പിന്നെയും തെറ്റിച്ച്. ഓക്കെ, അത് നിങ്ങൾ കണ്ടോ? ഓക്കെ ഗൈസ്, ഇവിടെ ഒരു ട്രേഡൻ്റ് സോമി വന്നു, ഞാൻ അതിനെ കൊന്ന്. ട്രേഡൻറ്റിന് വേണ്ടിയൊന്നുമല്ല, ശല്യപ്പെടുത്തണേ. എൻ്റെ ഓപ്പറിൻ്റെ മുകളിൽ ട്രേഡൻ്റ് കൊണ്ടിട്ടാണ്. എന്താ ചെയ്യാൻ? വാട്ട് ഡിഡ് ഐ ഡു? പത്രിക്, എൻ്റെ കൂട്ടുകാരൻ. ഓ ഗൈസ്, ഇത് പറ്റില്ല കേട്ടോ. എന്ന് വെച്ചാൽ ഞാൻ മറന്നുപോയി നമ്മുടെ വാട്ടർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന്. വാട്ടറിന് 9 ഇത് തന്നെ വേണം. അപ്പോൾ നമ്മുടെ സാധനങ്ങൾ കുറച്ച് കൊണ്ടുവന്ന് ഗൈസ്, നമ്മളെപ്പോഴും 9 മിനിറ്റിൽ തീർക്കുന്നത് വീഡിയോ, എന്നാൽ 9 മിനിറ്റ് കഴിഞ്ഞും തുടർന്നു കൊണ്ടിരിക്കുന്നു. ഓക്കെ, അറിയില്ല എന്തുകൊണ്ടാണെന്ന്, പക്ഷേ എന്തുകൊണ്ടാണ് ഇത് നല്ലതിന് വേണ്ടിയാണ്. എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല, ഇങ്ങനെയൊക്കെ കൊണ്ടുവരണമെന്ന് എനിക്ക് കറിഞ്ഞ സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ല കേട്ടോ. എൻ്റെ കൂട്ടുകാരനാണ് ഉണ്ടാകാറ് മെയിൻലി, ഈസിലി അവനാണ് ഉണ്ടാകാറ്. ബട്ട്
ഏയ് അല്ല ഇതിൻ്റെ മുഖം ഇങ്ങോട്ടല്ലേക്കണ്ടേ? വെയിറ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇച്ചിരി വെള്ളം വേണ്ട ഷുഗർ കേൻ വേണം ഇച്ചിരി. ഷുഗർ കേൻ എടുക്കട്ടെ. ഓക്കെ, ചെക്ക് ചെയ്ത് നോക്കട്ടെടാ. ഒരു ഷുഗർ കേൻ എടുത്ത് വെള്ളം വേണം. വെയിറ്റ് ഗൈസ്, വെള്ളം എടുത്തിട്ടാ കേട്ടോ. വെള്ളത്തിനോട് ബക്കറ്റ് ഉണ്ട്. ബക്കറ്റ് എൻ്റെ എന്ത് വാട്ടർ ബക്കറ്റ്. Come out where you are. Come out. ഓ, ഞാനിപ്പോൾ ഉണ്ടാക്കി. നൈസ്. വെറുതെ അയറും പോകേണ്ട പണി കേട്ടോ. എൻ്റെ ഇവിടെ ചെസ്റ്റ് ഉണ്ടായിരുന്നു, ഞാൻ കളഞ്ഞുണ്ടായി. കുഴപ്പമില്ല. ഓക്കെ. ഓ, 8 വേണം. അപ്പോൾ ഒരെണ്ണം കൂടെ, ഒരു ഹോപ്പർ ഇല്ലെങ്കിൽ ശരിയാവില്ല. വെയിറ്റ്, ഒരു ഹോപ്പർ പിന്നെ ഇത് 2 പിസ്റ്റണും അത് 2 വേണം. പോഷിട്ട് ഗൈസ് 30 മിനിറ്റിന് മുകളിലായപ്പോൾ ലാഗ് അടിക്കാൻ തുടങ്ങി. ഇല്ല ഗൈസ്, ഇത് ഇങ്ങോട്ടല്ലേ ഇരിക്കണ്ടേ? ഇതിൻ്റെ മുഖം അങ്ങോട്ടും ഇത് ഇങ്ങോട്ടും. ജസ്റ്റ് ഇതിങ്ങനെ ഇരിക്കണ്ടേ? ഓക്കെ, അതിട്ട് നിങ്ങൾ എനിക്ക് മനസ്സിലാവുന്നു. അത് അണ്ണന്താ വരില്ലേ? അതിന് വാട്ടർ ബക്കറ്റിൻ്റെ യൂസില്ല, അതുകൊണ്ട് ഓക്കെ അടച്ചിട്ടെ. അപ്പോൾ നല്ല ലോങ് വീഡിയോ നിങ്ങളെല്ലാവരും കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഫുള്ള് നിങ്ങൾ കാണാറുണ്ട് എൻ്റെ വീഡിയോ ഫുള്ള്. ഓക്കെ, നോക്കുമ്പോൾ നോക്കുക. പക്ഷെ ഇതെങ്ങനെയായിരുന്നു? ഇതിവിടെ ഇത് വെക്കണം, അപ്പോൾ ശരിയാവും. അത് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഒരിത് വെച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവരണോ? എനിക്കറിഞ്ഞൂടാ, സീരിയസ്ലി ഞാൻ മറന്നു. ഓക്കെ, ഇങ്ങനെ കൊണ്ടുവന്നാൽ ഓക്കെ. വെയിറ്റ് a minute. ഓക്കെ, ഇതിൻ്റെ മുകളിൽ ഞാൻ ഒരെണ്ണം ഇട്ടു. ഓക്കെ, ഞാനിവിടെ 1 ഉണ്ട്. ആ റെഡ് സ്റ്റോൺ കത്തുണ്ടോയെന്ന് അതും നോക്കി നമുക്ക്. ഓക്കെ, ഓ കഴിഞ്ഞ് കിട്ടി എനിക്ക്. ഇത്ര ഉണ്ടായുള്ളൂ. ഇതിൻ്റെ മുകളിലൊരു ബ്ലോക്ക് വെക്കണം. ആൻഡ് ഇതിൻ്റെ മുകളിലൊരു ബ്ലോക്ക് വെക്കണം. ഇനി ഇത് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ മൂടി വയ്ക്കാം. ഇതിൽ അത്രയും ബ്ലോക്കില്ലാത്തതുകൊണ്ട് നമ്മൾ ഫുള്ള് മൂടുന്നില്ല, അതായത് സൈഡിലും മൂടുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇങ്ങനെ കുറച്ച് മൂടി. ഓക്കെ, ആൻഡ് നമുക്കിത് ചെയ്യേണ്ടത് 1 2 3 4 5 6. ഓക്കെ, ഇനി ഞാൻ കാണിച്ചു തരാം. ഓ മൈ ഗാഡ്. ഓക്കെ, ഷുഗർ കേൻ 6 ഉണ്ട്. കറക്റ്റ് 6 1 2 3 4 5 6. ഇനി ഇത് ഗ്രോ ആവണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത് ഒരെണ്ണം മേളിൽ എന്ന് വെച്ചാൽ രണ്ടാമത്തെ ലെയറിലാവുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒന്ന് എടുക്കാം കേട്ടോ. ഓക്കെ, നൈറ്റ് ആയിരുന്നു. അപ്പോൾ നമുക്കൊന്നുകൂടെ പോയി നോക്കാം. ഐ ഗെസ് ഇപ്പോൾ ഉണ്ടാവും. അത് പൊട്ടിയായിരുന്നോ? എന്തോ വളരണല്ലേ? ഇതെന്ത് ഫുൾ വെള്ളം വേണോ? ഞാൻ അതൊന്നും ചെയ്ത് നോക്കട്ടെ. എനിക്ക് തോന്നുന്നു ഞാൻ ചെയ്തത് തെറ്റിപ്പോയി. ആരും എന്നെ നോക്കുന്നു വിളിച്ച് കളിയാക്കരുത് പ്ലീസ്. ഇതെൻ്റെ ഫസ്റ്റ് ടൈമാണ് മേക്ക് ചെയ്യുന്നത്. ഞാൻ
എനിക്ക് ഫസ്റ്റ് ടൈമല്ല, എന്നാലും ഉണ്ടാക്കിയിട്ടൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഞാനല്ലേ, ഞാൻ പറഞ്ഞില്ല എൻ്റെ കൂട്ടുകാരനാണെന്ന്. അപ്പോൾ ഞാൻ ഇവിടെ തന്നെ വാട്ടർ സോസ് ഉണ്ടാക്കട്ടെ. എൻ്റെ പൂറ വന്നു എനിക്ക് മനുഷ്യ വലിയ കാര്യം ചെയ്യുമ്പോൾ എൻ്റെ ഇത് നിനക്ക് ചാവണോ? ചാവണ വേണ്ടി എന്നോട് ചോദിച്ചിട്ട് നീ ചാവണം. സോറി 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 സോറി. ആൻഡ് യാ, ഇനി നമ്മളെന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഫുള്ള് ഷുഗർ കേൻ എടുക്കാൻ പോകുകയാണ്. എത്ര 10. ഓക്കെ ഗൈസ്, ഇതൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് വുഡാണ്. ബട്ട് അതാണ് ഒരു പ്രശ്നം വരുന്നത്, നമ്മുടെ ഒരു വുഡില്ല. വുഡ് വെട്ടിട്ട് വരത്തോ എൻ്റെ സീൻ്റെ മുകളിലേക്ക് വരാൻ ആകെ ഒരു വഴിയുള്ളൂ, അതാണ് എന്നെ പോലത്തെ പ്രോസ്. ഓക്കെ, ഓ അതുണ്ടോ? അപ്പോൾ നമുക്ക് ക്ലച്ച് സ്പീഡ് ഉണ്ടാക്കാട്ടെ ഇന്ന്. അപ്പോൾ നിങ്ങൾ നോക്കുക, എൻ്റെ ഷോർട്സിൽ നോക്കുക. ഷോർട്സ് എങ്ങനെ ഇടുക? ക്ലച്ച് ഗൈസ്. ഞാൻ ഇന്നലെ കുറച്ച് ക്ലച്ചസ് ചെയ്തു ഗൈസ്. ആൻഡ് നിങ്ങൾ വാട്ടർ ബക്കറ്റ് ക്ലച്ചസ് ചെയ്യാൻ പറയുകയാണെങ്കിൽ അത് ഈസിയാണ് ഗൈസ്. നമ്മൾ എന്താ പറയുക, ഇപ്പോൾ കാണിച്ചു തരാം. വെയിറ്റ് വാട്ടർ എന്ത് ചെയ്യും ചെയ്യാല, ഈസിയാണ്. വാട്ടർ ബക്കറ്റ് ക്ലച്ചാ, വാട്ടർ ബക്കറ്റ് ക്ലച്ച് ചെയ്യാറിയാത്ത ആരോ ഉള്ളതെന്ന് നിങ്ങൾ വിചാരിക്കും. ഓ യെസ് ഗോ ഗൈസ്, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എപ്പോഴെങ്കിലും തെറ്റാവോ? ഞാൻ എപ്പോഴെങ്കിലും തെറ്റാവോ? ഓക്കെ, അപ്പോൾ ശരിക്കും പറഞ്ഞത് ഗ്ലാസ് വെച്ചാണ് ഉണ്ടാക്കുന്നത്. ആൻഡ് ഇതിലിപ്പോൾ ഗ്ലാസ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇത് വെച്ചുണ്ടാക്കിയത്. നിങ്ങളാരും ഇതാക്കണം, മൈൻഡ് ആക്കണ്ട. അല്ലെങ്കിൽ നിങ്ങൾ മുട്ടാമര ചെയ്യാൻ കേട്ടാ, മുട്ടാമര ചെയ്യാൻ കേട്ടാ. ഓക്കെ, ഇതിൻ്റെ വെള്ളം കുടിക്കാൻ പറ്റില്ല, കാരണം ചിലപ്പോൾ ചാൻസസ് ഉണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ. സാൻഡ് ബോർഡ് ഉണ്ടാക്കട്ടെ. ആൻഡ് ഗൈസ്, ഞാൻ ഇന്നലത്തെ വീഡിയോ നോക്കിയപ്പോൾ ഗൈസ്, ഇന്നലത്തെ അല്ല മിനിങ്ങാത്തെയാന്ന് തോന്നുന്നു, മിനിങ്ങാത്തെയാ കറക്റ്റായിട്ട് ഓർക്കണല്ല. ഞാൻ ഡയമണ്ടിൻ്റെ ഫ്രണ്ടിൽ ഞാൻ അവിടെ ടോർച്ച് എടുത്ത് വെച്ച് റെഡ് സ്റ്റോൺ മൈൻ ചെയ്തതിൻ്റെ പുറകെ, റെഡ് സ്റ്റോൺ അയറണോ മൈൻ ചെയ്തതിൻ്റെ പുറകെ അവിടെ ഇത് ഞാൻ ടൈലും മൈൻഡ് ചെയ്യണില്ല. ഞാൻ അതിൻ്റെ ഫ്രണ്ടിലേക്ക് ഇരിക്കണം. എന്നിട്ട് ലാസ്റ്റ് ഞാൻ മൈൻഡ് ചെയ്ത്, ബട്ട് ഞാൻ നോക്കുമ്പോൾ ഞാൻ ഒരു പൊട്ടനെ പോലെ ഇരിക്കണം. ആൻഡ് ഇപ്പോൾ നിങ്ങൾ വെച്ചാൽ സൈൻ ബോർഡ് എന്തിനാണ്? സൈൻ ബോർഡ് കാരണം ഗൈസ് നമ്മൾ 8 ബ്ലോക്കിൻ്റെ അല്ല ചെയ്ത്, പ്ലസ് നമുക്കത് സൈൻ ബോർഡിലാണ് ഒന്നും ചെയ്യാൻ പറ്റില്ല. പ്ലസ് അവിടെ സൈൻ ബോർഡ് നമ്മളൊരു കാര്യം ചെയ്യേണ്ടി വരും. വെക്കണോ? ഇപ്പം സെറ്റായി. ഓക്കെ, ഇത് പൊട്ടിച്ചാൽ അപ്പം ഈ ചെസ്റ്റിൻ്റെ മേളിൽ കൊടുത്താൽ പോരെ? ഒറ മതി എൻ്റെ വെള്ളം തന്നെ എടുക്കാം. വെയിറ്റ്, അവസാനം എന്ത് ലൗഡ. യെസ്, ആരും കാണില്ല, അത്രയ്ക്ക് ചെറിയ ലവാണ്. ഓക്കെ, 40 മിനിറ്റ് 30 മിനിറ്റിൻ്റെ വീഡിയോ 40 മിനിറ്റ് ഗൈസ്. ഓക്കെ, ഇനി നമ്മൾ വില്ലേജസിനെ ഒന്ന് ട്രേഡ് ചെയ്യും ആൻഡ് നമുക്ക് ഇറങ്ങാം ഗൈസ്.
നമുക്ക് ഷാർപ്നസിൻ്റെ വില്ലേജറിനെ ട്രേഡ് ചെയ്യാം. എത്ര ബുക്കിൻ്റെ ട്രേഡ് ചെയ്യാൻ പറ്റും അത്ര. അല്ല, അതിന് നമുക്ക് ചെക്ക് ചെയ്യണം പ്ലീസ്. ഇപ്പോൾ പൊട്ടിയിട്ടുണ്ടാവുമല്ലോ എന്നാണ്. ഏയ് ഇപ്പോഴൊന്നും വേണ്ടല്ലേ. ഒയ്യോ, ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞത്. ഓക്കെ, അതിന് മുമ്പ് ഇത് നോക്കട്ടെ. ഓക്കെ 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 Amati Krasahi. ഓക്കെ ഓക്കെ കണ്ട, ഇതാണ് നമ്മുടെ പവർ ജോഷ്. അങ്ങനെ നിങ്ങളുണ്ടാകാൻ വർക്കും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ, പ്രോമിസ് ചെയ്ത പോലെ, നമ്മുടെ ഈ വീടിൻ്റെ ഈ മടലിനെക്കാട്ടും പൊക്കത്തിൽ കയറിയിട്ട് ഒരു 360 എനിക്കിവിടെ ഒന്ന് നോക്കണം ഗൈസ്. ഞാൻ ശരിക്കും കണ്ടില്ല ഞാൻ എന്ത് ചെയ്യുന്നതെന്ന്. അപ്പോൾ നമുക്ക് അതിൻ്റെ മേളിൽ കയറാൻ വേണ്ടി നമുക്ക് വാട്ടർ ബക്കറ്റ് യൂസ് ചെയ്യണം. ആൻഡ് ഇതാണോ ഇതിൻ്റെ പ്രോബ്ലം? ഓക്കെ, പിന്നെ വന്നിട്ടിരുന്നോട്ടെ. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇച്ചിരി ഷുഗർ കെയിൻ നമ്മൾ കുറേ ഷുഗർ കെയിൻ ഇട്ടു. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഓൾറെഡി ഷുഗർ കെയിൻ ഉണ്ടായിരുന്നത്. ഓക്കെ, പേപ്പർ ഉണ്ടാക്കാം. ആൻഡ് വില്ലേജറിന് കൊടുക്കണത് കാണിച്ചു തരാം. ആൻഡ് അവൻ്റെ കയ്യിൽ നിന്ന് ഷാർപ്പ്നെസ് 5 കിട്ടുവാണെങ്കിൽ മേടിച്ച് വയ്ക്കാം. എമറൽഡ് ശരി കറക്റ്റ് ആവണമെങ്കിൽ. അല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ബട്ട് വെയിറ്റ് ഗൈസ്. ഹലോ ഗൈസ്, ഞാൻ ബാക്കാണ്. ഇവനേലവനാ. ഓക്കെ, എമറൽഡ് എടുക്കാം. ട്രേഡ് ചെയ്യാൻ ഗൈസ്. ഇപ്പം നമുക്ക് ഇവനെ ഫുൾ ചെയ്യാം. ഇവൻ്റെ സെക്കൻഡ് ലെഫ്റ്റ് ഓഫ് 12 എമറൽഡ്. നമുക്കൊരു ഒരെണ്ണം കൂടെ അങ്ങ് മേടിക്കാം. ഓക്കെ, ഇതൊരെണ്ണം മേടിച്ചിന്. എമറൽഡ് ഉണ്ട്. 5 ഉണ്ട്. ലോൺലാൻഡ് ഉണ്ട്. Allahu Akbar. അമ്മച്ചിയാണ് സത്യം ഇവന് ഷാർപ്പ്നെസ് 3 കിട്ടിക്കൊണ്ടിരുന്നത്. സ്മൈറ്റ് എഫിഷ്യൻസി 2. ഓക്കെ, എഫിഷ്യൻസി 2 നേരത്തെ ഉണ്ടായിരുന്നു. അപ്പോൾ കാണാം. എന്ത് ഡാർക്കാ. ഞാൻ പുറത്തിരിക്കണതുണ്ട്. നല്ല ഡാർക്കായിട്ട് കാണുന്നത്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ 33 ഡേയ്സായി. 33 ഡേയ്സിൽ നമ്മൾ ഇത്രയും ഗ്രൈൻഡ് ചെയ്തു. അത്രയൊന്നുമല്ല, എന്നാലും മാക്സിമം ഗ്രൈൻഡ് ചെയ്തു. 2 വില്ലേജറായി. ഒരു വലിയ വില്ലേജ് അപ്പുറം ഉണ്ട്. പിന്നെ ഒരു ഷുഗർ കെയിൻ ഫാർം. ആൻഡ് ഒരു ട്രൈഡൻറ്റ്. പിന്നെ അതെ ഇപ്പോൾ ഒരു കുതിരേനെ നമ്മൾ ടീം ചെയ്തതും നല്ലതാണെന്ന് തോന്നുന്നു. എൻ്റെ കേസ് ഇപ്പം എനിക്ക് തോന്നുന്നു എൻ്റെ ഇതിന് മാത്രം കളിച്ചു തോന്നുന്നത്. കുതിര ഇപ്പം എൻ്റെ കയ്യിൽ നല്ലതായിട്ട് വർക്ക് ചെയ്യണല്ലോ. എനിക്ക് 44 മിനിറ്റിന് വീഡിയോ ഓൾറെഡി ആയി. നമ്മൾ എന്താ പറയുക, നമ്മുടെ നോർമൽ നമ്മുടെ ഒരു 20 മിനിറ്റിൻ്റെ വീഡിയോൻ്റെ ഡബിൾ ടൈം ആവാറായി. എന്നിട്ട് നമ്മൾ നിർത്തിയില്ല. ആൻഡ് ഗൈസ്,
ഇതാണ് നമ്മുടെ എൻഡ്. അപ്പോൾ നാളെ നമ്മൾ വീഡിയോ ഇടുന്നതല്ലായിരിക്കും. കാരണം നമ്മൾ ഇന്നത്തെ വീഡിയോൻ്റെ പ്രൊജക്റ്റ് നമ്മൾ ഇന്ന് തന്നെ ചെയ്തു. അപ്പോൾ ഗൈസ് നാളെ വീഡിയോ ഉണ്ടാവില്ല, സോറി. ബട്ട് എൻ്റെ കൂട്ടുകാരൻ നാളെ ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒരു PvP വീഡിയോ ഇടുന്നതായിരിക്കും. ചെറിയൊരു PvP വീഡിയോ ഉണ്ടാകുന്നതായിരിക്കും. അതും ഷോർട്സ് ആയിരിക്കും. ആൻഡ് ഇന്ന് അല്ലെങ്കിൽ നാളെ ഇനി അവൻ ഡൗൺലോഡ് ചെയ്തില്ലെങ്കിലും ഇടുന്നത് ഓൺലി ഷോർട്സ് ആയിരിക്കും ഗൈസ്. അപ്പോൾ നാളെ ഞാൻ ഓൺലി ഷോർട്സ് ഇടുള്ളൂ. അപ്പോൾ ഷോർട്സ് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് ഇരുന്നോ. ആൻഡ് ടേക്ക് കെയർ, ലവ് യു, ബൈ, ഹാപ്പി ക്രിസ്മസ്.